സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിശാസ്ത്രത്തിലും മറ്റു ശാസ്ത്രങ്ങളിലും നിപുണന്മാരായ പണ്ഡിതന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അനിഴ നക്ഷത്രത്തിന്റെ ദശാഫലങ്ങളും അതിന്റെ സ്വഭാവ വിശേഷങ്ങളും ആകുന്നു. അനിഴ നക്ഷത്രത്തിൽ ആദിപൻ ചൊവ്വയും ദശാനാഥൻ ശനിയുമാകുന്നു. അനിഴ നക്ഷത്രക്കാർ ശനി ദശയിലാണ് ജനിക്കുന്നത്. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു നല്ല സ്വഭാവ വിശേഷങ്ങളാണ് കാണപ്പെടുന്നത്. അവർ പണ്ഡിതന്മാരും ശാസ്ത്രങ്ങളിൽ അറിവുള്ളവരും ശാസ്ത്ര നിരൂപണം ചെയ്യാൻ കഴിവുള്ളവരും നിയമം കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യമുള്ളവരും പല ഭരണാധികാരികളും നാം അനിഴ നക്ഷത്രത്തിൽ കണ്ടുവരാറുള്ളു. പൊതുവെ ചില ഗായകർ, എഴുത്തുകാർ, അതുപോലെ തന്നെ കലാവിദ്യയിൽ ബിരുദുള്ളവർ, പേരുകേട്ട കച്ചവടക്കാർ, കൃഷിക്കാർ, ഇതെല്ലാം അനിഴ നക്ഷത്രത്തിന്റെ പ്രത്യേക സംഭാവനകളാണ്. അനിഴ നക്ഷത്ര ജാതകർക്ക് കൃഷിയോടൊപ്പം തന്നെ എന്തെങ്കിലും മുളപ്പിച്ചാൽ അത് പൂർണ്ണമായി മുളച്ച് നല്ല രീതിയിൽ കൃഷിയിൽ പുരോഗമിച്ചു വരും. അനിഴ നക്ഷത്ര ജാതകർക്ക് ക്ഷമാശീലം കൂടുതലാണ്. ചിലർക്ക് ക്ഷമ കുറഞ്ഞിരിക്കും. എങ്കിലും നിസാര കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രലോഭിച്ചാൽ അവർ വളരെ നല്ല അവസ്ഥയിലേക്ക് നമ്മളോട് വന്നു ചേരും. ചന്ദ്രൻ അവിടെ നീചത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും അതിന് ചിലർക്ക് നീചഭംഗ രാജയോഗം എന്ന രാജയോഗവും ഉണ്ട്. ചന്ദ്രന്റെ സ്ഥിതി മൂലം ഇവർക്ക് ജലദോഷം, കഫക്കെട്ട്, മുടിതൊഴിച്ചിൽ, പല്ലുവേദന എന്നിവ ഇടവിട്ട് അനുഭവിക്കേണ്ടി വരും. എല്ലാവർക്കും ഒന്നും പറയുന്നില്ല, ചിലവർക്ക്. അങ്ങനെ അനിഴ നക്ഷത്ര ജാതകർ പൊതുവെ സ്നേഹസമ്പന്നരും ക്രയവിക്രയങ്ങളിൽ അതീവ താല്പര്യമുള്ളവരും ബന്ധുജന പ്രിയരും കുടുംബത്തെ വളരെ സ്നേഹിക്കുന്നവരും മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നവരും അച്ചടക്ക രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരും ആയിരിക്കും. ചിലർ വിദേശത്തും ചിലർ സ്വദേശത്തും പണി ചെയ്യുന്നവരായിരിക്കും. ഇവരിൽ കൂടുതലും ശാസ്ത്ര നിരൂപകന്മാരും വിദേശവാസികളും എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നിയമം, അതുപോലെ തന്നെ മറ്റ് യന്ത്ര സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും കൂടുതലും. ചന്ദ്രബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പല രാജ്യങ്ങളിൽ സഞ്ചരിക്കാനും അവിടെ താമസിക്കാനും അവിടെ നിന്ന് പണം സമ്പാദിക്കാനും ആ ധനം കൊണ്ട് കുടുംബത്തെയും വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും സഹായിക്കുന്നതിൽ വളരെ തൽപരരും കൂടെ ആകുന്നു. പിന്നെ വൃശ്ചികൻ രാശിയിലാണല്ലോ ചന്ദ്രൻ നിൽക്കുന്നത്. വൃശ്ചികൻ രാശിയുടെ ആധിപൻ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ളതുപോലുള്ള യൂണിഫോം പോലെയുള്ള മറ്റ് കാര്യങ്ങൾ ഇവരിൽ കൂടുതലും ധരിച്ചാണ് കാണപ്പെടുന്നത്. ജോലിയുള്ളവർ, പോലീസ്, പട്ടാളം, മറ്റ് കമ്പനി ജേതാക്കൾ, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വാഹനങ്ങൾ ബന്ധങ്ങൾ, മെക്കാനിക്കൽ ബന്ധം, പിന്നെ കൃഷി ബന്ധം, സ്വയം തൊഴിൽ ബന്ധം. ഇവർക്ക് പ്രത്യേകിച്ചൊരു ഭാഗ്യമുള്ളത് വീട്ടിൽ കൃഷി ചെയ്ത് സാധാരണക്കാർക്ക് വീട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കുവാനും അതോടൊപ്പം ഭൂമി വായ്പയ്ക്ക് എടുത്ത് അവിടെ കാർഷിക കാര്യങ്ങൾ നടത്തുവാനും, അതുപോലെ തന്നെ ഫാം, കോഴി ഫാം, അല്ലെങ്കിൽ മൃഗങ്ങളെ കൊച്ചു മൃഗങ്ങളെ വളർത്തുന്ന ഫാം, ഇതൊക്കെ നടത്താൻ അവർക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഇവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഒപ്പം പൂന്തോട്ടം നിർമ്മിക്കുന്നതിലും ഇവർ വളരെ താല്പര്യരായിരിക്കും. ഇവർ ശനിദശയിലാണല്ലോ ജനിക്കുന്നതെന്ന് പറഞ്ഞത്.
ശനി 19 കൊല്ലമാണ്. ഏതാണ്ട് നമുക്ക് ആദ്യത്തെ കാലിൽ ജനിച്ചാൽ ഏതാണ്ട് 18 കൊല്ലം കിട്ടും. രണ്ടാമത്തെ കാലിൽ ജനിച്ചാൽ 14 വർഷം കിട്ടും. മൂന്നാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ 10 കൊല്ലത്തിന് താഴെ. നാലാമത്തെ ഭാഗത്തിലാണെങ്കിൽ 5 കൊല്ലത്തിന് താഴെ. ഏതാണ്ട് നമുക്ക് അത് ജാതകം നോക്കുമ്പോൾ അത് കണക്കാക്കി എടുത്തുകൊള്ളണം. എന്നാലും ഏതാണ്ട് നമുക്ക് ഒരു 10 കൊല്ലം ശനിദശ എടുക്കാം ജന്മശിഷ്ടമായി. ഈ 10 കൊല്ലത്തിൽ ആദ്യത്തെ 1-2 വർഷം ഇവർക്ക് പൊതുവെ മോശമായിരിക്കും. അച്ഛനും അമ്മയ്ക്കും ദുരിതങ്ങൾ. അച്ഛന് തൊഴിൽ മാറി ഗുരു മാറി നിൽക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് പിതാവ് ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോയി തൊഴിൽ തേടുന്നതോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരികയോ ചെയ്യാം. ആദ്യത്തെ 2-3 വർഷം ഇവർക്ക് ഈ മുതിർന്ന അച്ഛനിൽ നിന്നുള്ള ലാളന കുറഞ്ഞിരിക്കും. 3 വയസ്സ് വരെ അല്പ ബാലപീഡകൾ, പ്രത്യേകിച്ച് കവപീഡകൾ ഇവർ അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് 3 വയസ്സിന് ശേഷം ഇവർക്ക് വിദ്യാരംഭം. 4, 5, 7, 9, 10 ഈ കാലങ്ങളിൽ സ്ഥാനമാറ്റങ്ങളും ഗ്രഹത്തിൽ നല്ല അനുഭവങ്ങൾ കൈമാറേണ്ടി വരും. അതായത് ഗ്രഹം നന്നാക്കലോ ഗ്രഹം വയ്ക്കുവാനുള്ള യോഗമോ ഗ്രഹത്തിൽ സഹോദരങ്ങൾ ജനിക്കുവാനുള്ള ഭാഗ്യമോ ബന്ധുക്കൾക്ക് ഭാഗ്യ ഐശ്വര്യങ്ങളോ എല്ലാം ഈ ദശാകാലത്ത് ഉണ്ടാവും. ശനിദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി പൊതുവെ സാസാവിന് നീലാഞ്ജനവും ഹനുമാന് വടമാലയും നൽകിക്കൊള്ളേണ്ടതാകുന്നു. ചെറു കുഞ്ഞായതുകൊണ്ട് മൃത്യുഞ്ജയ പൂജ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. അടുത്തത് ബുധദശ 17 കൊല്ലം, അതായത് 27 വയസ്സിന് ശിഷ്ടം വരെ ബുധദശ കാലത്ത് ഇവർക്ക് പഠനപുഷ്ടി, സാങ്കേതിക വിദ്യ വിജയം, മാതാവിനും പിതാവിനും ഉന്നതി, മാതാവിനും പിതാവിനും നഷ്ടപ്പെട്ട തൊഴിലുകൾ വീണ്ടെടുക്കാനുള്ള അവസരം, ചിലവർ കുടുംബപരമായിട്ട് തന്നെ വിദേശവാസം അനുഭവിക്കാനുള്ള ഭാഗ്യയോഗം. സ്ത്രീകളാണെങ്കിൽ 12, 13 ഈ കാലങ്ങളിൽ സ്ത്രീത്വമാവുകയും പുരുഷന്മാർക്ക് 14, 15, 18, 23 ഈ കാലങ്ങളിൽ പഠനവും സാമാന്യം ഉദ്യോഗവും, സ്ത്രീകൾക്ക് 22, 23 ഉദ്യോഗവും തുടർന്ന് വിവാഹവും അനുഭവമാകുന്നു. പുരുഷന്മാർക്ക് 25-നും 26-നും മധ്യേ വിവാഹത്തിന് ഏറ്റവും ഉത്തമമുള്ള കാലഘട്ടമാകുന്നു. ബുധദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ഹനുമാന് വടമാല, ശിവന് ജലധാര, പൊതുവെ വിഷ്ണു ക്ഷേത്ര ദർശനം, കുടുംബദേവതാ പ്രീതി, സർപ്പപ്രീതി എന്നിവയെല്ലാം വരുത്തി ഇവരുടെ ബുധദശ കാലത്തിന്റെ ഐശ്വര്യങ്ങളെ കൈവരിച്ചു കൊള്ളുക. അടുത്തത് കേതുദശ 7 കൊല്ലം. ആ കേതുദശാകാലത്ത് അവർക്ക് സ്ഥാനമാറ്റങ്ങൾ, സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് മാറുവാനോ, പുരുഷന്മാർക്കാണെങ്കിൽ വിദേശത്ത് പോകാനോ, അല്ലെങ്കിൽ സ്വദേശം വെടിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ പോയി തൊഴിൽ കണ്ടുപിടിക്കാനോ ഉള്ള അവസരമാകുന്നു. അങ്ങനെ 27-ഉം 7-ഉം 14, 34 വയസ്സും ശിഷ്ടം വരെ ഇവർക്ക് കേതുദശയാണ്. കേതുദശയിൽ പൊതുവെ ത്വക്ക് രോഗം, ജലദോഷം, തലവേദന, മുടിതൊഴിച്ച്, കരപ്പൻ പോലുള്ള മറ്റ് തൊഴിൽപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ അവസരങ്ങൾ ധാരാളം കാണപ്പെടുന്നു. ഈ ദശയിൽ ഗണപതിക്ക് അർഹമായ പൂജകളും സർപ്പത്തിന് പ്രീതിയും പുണ്യ നാഗക്ഷേത്രങ്ങളിൽ ദർശനവും അത്യാവശ്യമായി വരുന്നു. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ പൊതുവെ ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ കാലഘട്ടമാകുന്നു. ശുക്രദശാകാലത്ത്
പുതിയ തൊഴിലിൽ ഉന്നതി, പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഭാഗ്യം, ജോലി ഉണ്ടെങ്കിലും മറ്റ് മാർഗങ്ങളിൽ കൂടെ, അതായത് ബിസിനസ് അല്ലെങ്കിൽ യന്ത്രങ്ങൾ സംബന്ധിച്ചുള്ള തൊഴിലുകൾ, മറ്റ് രാജ്യങ്ങൾ സഞ്ചരിക്കുവാനുള്ള യോഗം, സ്ഥലം മാറ്റങ്ങൾ എന്നിവയെല്ലാം ശുക്രദശയിൽ ശുക്രദശയിൽ വാഹനം, സന്തോഷം, സുഖം, നല്ല സന്താനയോഗം, സൽകീർത്തി, ഭാഗ്യ, ഐശ്വര്യങ്ങൾ, സന്താനങ്ങൾക്ക് പഠനപുഷ്ടി, കീർത്തി എന്നിവയെല്ലാം ശുക്രദശയിൽ അനുഭവമാകുന്നു. ശുക്രദശ കഴിഞ്ഞാൽ അടുത്ത് 6 കൊല്ലം ആദിത്യദശ. അതായത് ആദിത്യദശാകാലത്ത് ഇവർക്ക് പ്രൊമോഷൻ സംബന്ധിച്ചുള്ള അവസ്ഥകൾ, തൊഴിലിൽ നേട്ടങ്ങൾ, സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുക, അതിൽ നിന്നുള്ള നേട്ടങ്ങൾ, സംഘടനകളിലൂടെ നേട്ടങ്ങൾ, അതിൻ്റെ ചാർജുകൾ വഹിക്കുക എന്നിവയും, സന്താനങ്ങൾക്ക് പഠനവും അവർക്ക് ഉദ്യോഗാദി വിജയങ്ങളും അനുഭവയോഗമാകുന്നു. സൂര്യദശയുടെ സല്ലാനുഭവ സിദ്ധിക്ക് വേണ്ടി ശിവന് ജലധാരയും ദേവിക്ക് കുങ്കുമാർച്ചനയും പ്രത്യേകിച്ച് നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം. ചന്ദ്രദശാകാലത്ത് സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങളും അവർക്ക് സന്താന പുഷ്ടിയും ഉദ്യോഗ വിജയങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉന്നത ഗ്രഹ നിർമ്മാണവും ഈ കാലഘട്ടങ്ങളിൽ അനുഭവയോഗമാകുന്നു. ചന്ദ്രദശയുടെ സല്ലാനുഭവ സിദ്ധിക്ക് വേണ്ടി മാസം തോറും പൗർണമി നാളുകളിൽ പൊങ്കാല പൂജ എന്നിവ നടത്തുകയും ദേവിക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി അർച്ചന എന്നിവ നടത്തുകയും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. ചന്ദ്രദശ കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. ചൊവ്വ ഇവിടെ ആധിപത്യം ഉള്ളതുകൊണ്ട് ചൊവ്വാദശ ഇവർക്ക് പൊതുവെ നന്നായിരിക്കും. ഈ ദശാകാലത്ത് സുഖപ്രദമായ ജീവിതം അനുഭവയോഗമാകുന്നു. ചൊവ്വയുടെ സല്ലാനുഭവ സിദ്ധിക്ക് വേണ്ടി മുരുകന് പഞ്ചാമൃത അഭിഷേകം, ദേവി ക്ഷേത്ര ദർശനം, നാഗർക്ഷേത്ര ദർശനം എന്നിവ ആവശ്യമാകുന്നു. അത് കഴിഞ്ഞാൽ രാഹുർദശ 18 കൊല്ലം. രാഹുർദശാകാലത്ത് തുടക്കത്തിൽ അല്പരിഷ്ടതയും ശേഷ ഉന്നതിയും, ഗ്രഹകർമാദി കാര്യങ്ങളിൽ താല്പര്യവും, പുത്രപൗത്രാദി സൗഖ്യവും, ബന്ധുജന സൗഭാഗ്യവും സൽകീർത്തിയും ഫലമാകുന്നു. ശേഷം 16 കൊല്ലം വ്യാഴദശ കാലഘട്ടവും ആകുന്നു. പിന്നെ ഇവർക്ക് ധരിക്കേണ്ട രത്നങ്ങൾ ശനിദശയിൽ ഇന്ദ്രനീലം, ശനിദശയിൽ ഇന്ദ്രനീലം, ബുധദശയിൽ മരതകം, കേതുദശയിൽ വൈരം, ശുക്രദശയിൽ വൈരക്കല്ല്, ആദിത്യദശയിൽ ചുവന്നരത്നം, ചന്ദ്രദശയിൽ മുത്ത്, ചൊവ്വാദശയിൽ പവിഴം, രാഹുർദശയിൽ ഗോമേതകം, വ്യാഴദശയിൽ പുഷ്യരാഗം. ഇവർക്ക് താഴെ പറയുകയും വിവരിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരുമായി വിവാഹബന്ധം പാടുള്ളതല്ല. ഭരണി, പൂരം, പൂരാടം, പൂയം, ഔട്ടം, അനിഴം, മകയിരം, ചിത്തിര, ഉത്രട്ടാതി എന്നിവ രഞ്ജിദോഷമുള്ളത് കൊണ്ട് വിവാഹത്തിന് സ്വീകരിക്കുന്നതും നല്ലതല്ല. അനിഴ നക്ഷത്രം പൊതുവെ ഒരു വിവാഹ നക്ഷത്രവും പൂന്നാളിന് ചേർന്നതുമാകുന്നു. അതുകൊണ്ട് വിവാഹം, ഗൃഹപ്രവേശനം, കാഴ്ച, കൈനീട്ടം എന്നിവയ്ക്കെല്ലാം പറ്റിയ നക്ഷത്രമാകുന്നു. ഇവരിൽ നിന്ന് ദക്ഷിണ, പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന്, സംരംഭ വിജയത്തിനും കൈനീട്ടം വാങ്ങുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. ഇത് ജാതക ബലമുള്ളവർക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ അനുഭവിക്കുകയും സ്വല്പം ബലം കുറഞ്ഞവർക്ക് കുറച്ച് കുറഞ്ഞും ഇരിക്കും. അത് നമ്മുടെ ജാതക ഗണനയും ജനിച്ച സമയത്തിൻ്റെ അവസ്ഥകളെ അനുസരിച്ചായിരിക്കും എന്ന് കരുതിക്കൊള്ളേണ്ടതാകുന്നു.